ഹായ് ഫ്രണ്ട്സ്, ഉമ്മുസ് റജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിന് ഉടുപ്പ് ചെയ്യുന്നത് കണ്ടു നോക്കിയിട്ട് നമ്മളിന്ന് ഒരു കുഞ്ഞുടുപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുടുപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു പീസാണ് എടുത്തത്. ഇതൊരു കട്ട് പീസാണ്, അതുകൊണ്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ 22 ഇഞ്ചിൽ ഒരു പീസാണ് എടുത്തത്. അതിൻ്റെ വീതി ഞാൻ കാണിച്ചുതരാം. വീതി ഞാൻ 13 ഇഞ്ചായിട്ട് എടുത്ത്. ഇത്രയൊന്നും വേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്താലുള്ള പ്രശ്നം തന്നെ. പിന്നീട് നമുക്കത് തുണി തികയാതെ വന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സുമാർ എടുത്താതാണ് കേട്ടോ തുണി കറക്റ്റ് ചെയ്യാതെ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഫോൾഡ് ചെയ്തു, വീണ്ടും നമ്മൾ ഒരു ഫോൾഡ് കൂടി ചെയ്തു അല്ലേ. അപ്പോൾ 4 ലെയറായി. വീണ്ടും നമ്മൾ അതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തു. അപ്പം 8 ലെയർ ആവുന്ന രീതിയിൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുഞ്ഞുടുപ്പിൻ്റെ യോക്ക് ഭാഗം കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ എടുക്കുന്നത് ഒരു 3 മാസമായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്കൊക്കെ കുഞ്ഞു മതിയല്ലോ. അപ്പോൾ ഞാൻ നെക്കിൻ്റെ ഭാഗം ഒരു 1.25 കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 1.25 ഇത്രയും മതി കേട്ടോ. അതൊരു ബോക്സ് ആക്കട്ടെ നമ്മൾ. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഷോൾഡറാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഷോൾഡർ. അതേ മതി 2.5 മതി കേട്ടോ. സീം അലവൻസ് അടക്കം 2.5 മതി. കുഞ്ഞു കുട്ടികളല്ലേ, ഇതിൻ്റെ ചിലപ്പോൾ അധികമാവും. ഇവിടെ നമ്മൾ മാതിരി 2.5 മാർക്ക് ചെയ്തു കേട്ടോ. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊരു കറക്റ്റ് ലൈൻ വയ്ക്കുക. ഇതേപോലെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഈ മാർക്കും ഈ ലൈനും കൂടി യോജിപ്പിക്കുക. ഇതൊരു ബോക്സ് ആക്കി. എന്നിട്ട് നമ്മൾ നെക്കിനുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചുള്ളൂ. അപ്പോൾ യോക്ക് ഭാഗം ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായ ഒരു കുഞ്ഞുടുപ്പാണ്. ഇത് 3 മാസമായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും ഇത് അങ്ങോട്ട് കൂടി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് സിൽക്ക് മെറ്റീരിയലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ട്, സ്ലിപ്പായി പോകും. ഇത് നമ്മൾ കട്ട് ചെയ്തു. അതേമാതിരി നെക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ചെറുതാക്കി കട്ട് ചെയ്ത് നോക്കുക. ഇത് അധികമാണെങ്കിൽ നമുക്ക് കുറവാണെങ്കിൽ നമുക്കൊന്നുകൂടി ഇതാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിൽ കറക്റ്റ് ചെയ്യാതെ, കാരണം കുഞ്ഞു കുട്ടിയാണ്, മെലിഞ്ഞ കുട്ടിയും കൂടിയാണ് കേട്ടോ. അതാ യോക്ക് വശം ഇങ്ങനെ കിട്ടിയത് അല്ല. ഇത് കട്ട് പീസ് ആയതിനെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 പീസ് കിട്ടി. ഇനി നമ്മൾ ഈ 2 പീസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ അരയിഞ്ച് അടുത്തും വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വേണ്ടി കണ്ടോ. ഇത് ഫൈനലി വരുമ്പോൾ നിങ്ങൾക്ക്, അതായത് ബിഗിനേഴ്സിന് നല്ലൊരു കോൺഫിഡൻസ് വരും കേട്ടോ. ചെല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ ഇവിടെ അരയിഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് നെക്ക് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ നമ്മൾ ഇത്രയും ഭാഗവും ഇതേപോലെ ഇവിടെ സീം അലവൻസ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. ഇനി നമ്മളിവിടെ കുറവ് ഇട്ടിട്ട് കൊടുക്കുക. ഈ കർവൊക്കെ നമുക്ക് വളഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് എടുത്ത് ഇട്ടപ്പോൾ അതിലൊരാൾ ഇത്രയും നല്ല വീഡിയോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് കാര്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു തന്നില്ലല്ലോ, മനസ്സിലാക്കി തന്നില്ല, അങ്ങനെയൊക്കെ പറയണ്ടേ. ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് വളരെ വൈകിയായിരിക്കും മനസ്സിലാവുക. 2-3 തവണകൾ വീഡിയോ കാണണം. ചിലർക്ക് തീരെ മനസ്സിലായില്ല എന്ന് വരും. അതിപ്പോൾ എനിക്കാരും അങ്ങനെ. ചിലർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, ചിലർ പറയുന്നത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും. അതുകൊണ്ട് ഒരുവിധ ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാവാത്തവർ എന്നോട് ക്ഷമിക്കണം. ഞാൻ കട്ടിങ് വീഡിയോക്കാണ് പ്രാധാന്യം കൊടുത്തത്. സ്റ്റിച്ചിങ് വീഡിയോ കൂടി ആകുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടുമെന്ന് കരുതിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കട്ടിങ് വീഡിയോക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഹുക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറിച്ച് നമ്മൾ പറയും, എന്താ പറയുക, നമ്മളൊക്കെ പണ്ട് അമ്പലം മറിക്കുക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കുഞ്ഞാകുമ്പോൾ പറയില്ല. അതായത് ഇതിന് നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുക. ഓക്കെ. ഇതിന് നല്ല ഭാഗം പുറത്തെടുക്കുമ്പോഴേ നമ്മൾ ഈ സ്റ്റിച്ചില്ലേ നമ്മൾ കട്ട് ചെയ്തതല്ല. അപ്പോൾ ഈ സ്റ്റിച്ച് ചിലപ്പോൾ ഇവിടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇവിടെ നിന്ന് കെട്ടിട്ട് അടിക്കുക. ഇവിടെ 2 സൈഡും അതേമാതിരി ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറിച്ചെടുക്കുമ്പോഴത്തേന് സ്റ്റിച്ച് അഴിഞ്ഞ് പോരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് മറിക്കാനുള്ള ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അത് വാങ്ങാൻ കിട്ടും. ഞാനതൊന്നും വാങ്ങിയില്ല, അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ സ്ക്രൂ ഡ്രൈവറായിട്ട് അങ്ങ് ഇതാക്കി എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി, എളുപ്പമായി കിട്ടും. ഇനി അതിൻ്റെ യോക്കിൻ്റെ താഴെ ഭാഗത്തുള്ള സ്ട്രേറ്റിന് വേണ്ടിയിട്ട് എടുത്തത് ഞാനിവിടെ 11 ഇഞ്ച് അളവുള്ള വീതിയിൽ നീളം നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ വീതി. അത് നീളമാണ് 11 ഇഞ്ച് ഇറക്കം. 11 ഇഞ്ച് ഇറക്കം. പിന്നെ വീതി പറയുന്നത് ഒരു 36 ഇഞ്ച് വീതിയുള്ള മുന്നിലെ പീസ്. ഇതേപോലെ ഒരു പീസും കൂടി ഉണ്ട്. ഇങ്ങനെ 2 പീസ് നമ്മൾ ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് ഇട്ടോ. ഇതൊക്കെ ഇവിടെ ഉള്ള പീസായിരുന്നു. ഇതായിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ഫ്രണ്ടിലും ഫ്രില്ലിട്ട് കൊടുക്കും, ബാക്കിലും ഫ്രില്ലിട്ട് കൊടുക്കും. ഓക്കെ. ഞാൻ ഇത് അതിൻ്റെ ഓപ്പൺ ഭാഗമല്ലേ ഈ 4 പീസും ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ 4 പീസിൻ്റെ 4 ഭാഗം ഇവിടെയാണ് നമ്മൾ ആം ഹോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മുകളിൽ 2 ഇഞ്ച് വീതി, അത് ആം ഹോളിൻ്റെ ഇറക്കവും 2 ഇഞ്ച് വീതി കേട്ടോ. ഈ 2 ഇഞ്ച് വീതിയിലും നമ്മൾ ബോക്സ് ആക്കുക. ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ഇതിൻ്റെ ആം ഹോൾ ഭാഗം കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ 4 പീസിൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത് ഇതാ ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക. നമ്മളിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കയ്യിൽ ആദ്യം ഇത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് മടക്കി അടിച്ചിട്ട് അങ്ങനെ 2 പീസിൻ്റെ 4 ഭാഗം ഇതുപോലെ ചെയ്യാതെ
നമ്മളിതാ ഈ പീസ് ഇതിനൊരു 1.5 ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ പടി വെക്കുന്ന പീസ് നമ്മളിങ്ങനെ വെച്ചെടുത്ത് ഇത് എന്താ പറയുക ഒഴുകുന്ന തുണിയാട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം, കോട്ടൺ തുണി എടുത്തോളണം കേട്ടോ. ബിഗ്നേഴ്സ് ആണെങ്കിൽ കോട്ടൺ തുണി എടുത്ത് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ തുണി എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. ഈ ഇങ്ങനെയുള്ള പീസ് വെക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഈ 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഭാഗം കറക്റ്റ് ആംഹോളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അടുത്ത പീസ് കേട്ടോ, ഫ്രണ്ടും ബാക്കും. നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗമല്ലേ, ഈ സെൻറ്റർ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ. ഇതനക്കം ഞാനിത് ഫ്രണ്ട് പീസ് ഇച്ചിരി അധികം ഉണ്ട്, അതങ്ങനെ തന്നെ എടുത്തതാട്ടോ. ചുമ്മാ ഒരു 2 ഞൊറി അധികം ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ യോക്ക് ഭാഗം റൗണ്ട് ആയത് കാരണം ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഫ്രണ്ട് വശം എന്താവും, ഈ ഫ്രണ്ട് വശം നമുക്ക് ഇങ്ങനെ കയറി നിൽക്കും, ബാക്കി വശം ഇറങ്ങി നിൽക്കുക, അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്ത് കട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, യോക്ക് പീസിൽ ഇത് ഞൊറി വിട്ട് പിടിപ്പിക്കണം. അപ്പോൾ ഇതിന് സെൻറ്റർ വശം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് സെൻറ്ററിൽ അങ്ങോട്ട് ഞൊറി വിടാം. അതേപോലെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ വശത്ത് നമ്മൾ ചെറിയൊരു ഓപ്പൺ കൊടുക്കുകയാണ്. ഒരു 1.5 ഇഞ്ചിൽ ഒരു ഓപ്പൺ കൊടുക്കാം. അപ്പോൾ 2 ഇഞ്ചാണ് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഓപ്പൺ കൊടുത്ത് ഇവിടെ നിന്നിങ്ങനെ അടിച്ചിടാം. ഓക്കെ, ഇത് സെൻറ്റർ കുറച്ച് വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഞൊറിവ് സ്റ്റാർട്ട് ചെയ്യാൻ. പ്ലേറ്റ് ഇടുമ്പോൾ കുറച്ച് വിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വിധത്തിൽ യോക്കിന് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഈ വശം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് യോക്കിൻ്റെ 2 ഭാഗവും അധികം തള്ളണ്ട, 4 ഇഞ്ച് അവിടെ ഉള്ളോട്ടാക്കിയിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സെൻറ്റർ ബാക്ക് പീസിൻ്റെ സെൻറ്റർ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ നടിച്ചു വെക്കണേ. ബാക്ക് പീസും നമുക്ക് ഫില്ലിടാം. ഈ കൈ കൊണ്ട് ഫ്രില്ലിടാൻ പറ്റാത്തവർ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. സ്റ്റിച്ച് വലിച്ചാൽ ഫ്രില്ല് വീഴുവേ. അപ്പോൾ ഈ യോക്കിലേക്ക് ഇങ്ങനെ ഇത് ഫ്രില്ല് ചെയ്ത് പിടിപ്പിക്കാട്ടോ ചെയ്യുക. നമ്മളിവിടെ എടുത്ത മെഷർമെൻറ്റ് കറക്റ്റ് 2 ഇഞ്ചാണ് കേട്ടോ. കണ്ടോ, ഈ 2 ഇഞ്ചിൽ നമ്മൾ ഫ്രണ്ട് ഇവിടെ ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഇതേപോലെ ബാക്ക് വശവും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഈ മെയിൻ പീസ് ഇത് സ്കേർട്ട് പീസ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. മെഷർമെൻറ്റ് കറക്റ്റ് ഇവിടുന്ന് ഇവിടെ വരെ 2 ഇഞ്ചാണ് ബാക്കും ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. കറക്റ്റ് കിട്ടാൻ വേണ്ടി പിൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ മെറ്റീരിയൽ എനിക്ക് ശരിക്കും പണി തന്ന പോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും കോട്ടൺ മെറ്റീരിയൽ ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞുടുപ്പിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഇത് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ ജസ്റ്റ് അരേഞ്ച് അടിത്തുമ്പോൾ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. കുറച്ച് അധികം ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഷിഫോണാണ്, പ്രിൻറ്റഡ് ഷിഫോണ്. പിന്നെ ഇത് 1/2 മീറ്റർ തുണി ആയാലും മതി കേട്ടോ ഒരു കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. ഇത് 3 മാസം പ്രായമാവുന്ന ഒരു കുഞ്ഞിനുള്ളതാണ് കേട്ടോ. ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തു സ്റ്റിച്ച് ചെയ്തിട്ടോ. ഇവിടെ അല്ലേ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ ബാലൻസ് പീസ് ഉണ്ട് തന്നെ. പീസ് ചെയ്താലും വേസ്റ്റ് ആവില്ല. ആകെ കുഞ്ഞു പീസായിരുന്നു, അപ്പോൾ അത് വേസ്റ്റ് ആവില്ലെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ആ പീസ് ഒരു 3.5 ഇഞ്ച് വീതിയിൽ എന്താ 3.5 ഇഞ്ച് വീതിയിൽ ഞാൻ ഈ പീസ് എടുത്തിട്ട് ഞൊറി വിട്ടിട്ട് ചെറിയ ഫ്രില്ല് കൊടുത്തു. അങ്ങനെ ഞാൻ ഈ അത് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തതാ. കണ്ടോ, ഇങ്ങനെ ഇതെല്ലാം പ്രിൻ്റായിട്ട് എനിക്ക് മനസ്സിലാവുമല്ലേ എന്താ ഞാനിതാ അവിടെ ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ സെറ്റാണ്, അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കുഞ്ഞു ഫ്രോക്ക്. അതും താഴെ ഭാഗം ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടോ അതിന് ഭംഗി കൂടുതൽ. കണ്ടോ, മോന് വീഡിയോ എടുത്തിട്ടാണ് ഇവിടെ ഇല്ല, ഇതാണ് പ്രശ്നം. നമ്മൾ ഫൈനലി നമ്മൾ അടിപൊളി ഫ്രോക്ക് നല്ല ഫ്രില്ലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഞൊറിവുണ്ട്. നല്ല മെറ്റീരിയൽ മൊത്തം ഞാനിതിൽ കവർ ചെയ്തിട്ടോ. കണ്ടോ, അപ്പോൾ ഇതാണ് ബാക്ക് വശം. ബാക്ക് വശം ഇനി നമ്മളിവിടെ ഉക്സ് കൊടുക്കണം. ഇത് വലിച്ച് പിടിച്ചത് കാരണമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മെഷർമെൻറ്റ് ഇതായി തോന്നുന്നു. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, അടിപൊളിയല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചീത്ത പറയാത്ത രീതിയിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ വീഡിയോ കൂടെ കാണിച്ച് തരാൻ പറ്റുന്ന മെഷർമെൻറ്റൊക്കെ അല്ലേ നമുക്ക് ചെയ്യാനാവും. അല്ലാതെ കമൻറ്റിൽ വന്ന് മെഷർമെൻറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് പറയാം, ചില മെഷർമെൻറ്റ് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഏജൊക്കെ ചോദിക്കണം, നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.